മാനവിക സ്നേഹത്തിന്റെ മധുരം വിളമ്പി നബിദിന റാലിക്ക് അമ്പലമുറ്റത്ത് സ്വീകരണം നൽകി. പുഴമ്പ്രം അണ്ടിത്തോട് ക്ഷേത്രാങ്കണത്തിലാണ് പതിവ് തെറ്റാതെ ഇത്തവണയും സ്വീകരണമൊരുക്കിയത്. മതത്തിന്റെ പേരിൽ പരസ്പരം കലഹിക്കുകയും ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം വളരുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ മതസൗഹാർദ്ദത്തിന്റെ തെളിനീരൊഴുക്കിയാണ് നബിദിന റാലിക്ക് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും ചേർന്ന് സ്വീകരണം നൽകിയത്. അവിട്ടം നാളിൽ ഓണാഘോഷത്തിനിടെ എത്തിയ നബിദിനത്തിലാണ് അമ്പലമുറ്റത്ത് സ്വീകരണം നൽകിയത്. പൊന്നാനി പുഴമ്പ്രം മഹല്ല് മദ്രസയുടെ കീഴിൽ നടന്ന നബിദിന റാലിയെ മധുരം നൽകിയും ശീതളപാനീയങ്ങൾ വിതരണം ചെയ്തുമാണ് ക്ഷേത്ര കമ്മിറ്റി വരവേറ്റത്. നബിദിന റാലിയെ സ്വീകരിച്ച ശേഷം ക്ഷേത്രാങ്കണത്തിൽ മദ്രസ വിദ്യാർത്ഥികളുടെ ദഫ്മുട്ടും നടന്നു. അണ്ടിത്തോട് അമ്പല കമ്മിറ്റിയും പുഴമ്പ്രം അയ്യപ്പ സേവാ സംഘവും ചേർന്നാണ് സ്വീകരണം നൽകിയത്. മുൻ വർഷങ്ങളിലും അമ്പല കമ്മിറ്റി നബിദിന റാലിക്ക് സ്വീകരണം നൽകാറുണ്ടായിരുന്നു. വളരെ നല്ലൊരു സന്ദേശവുമാണ് നമ്മൾക്ക് നൽകുന്നത്. അദ്ദേഹം സർവകാരുണികനായിരുന്നു. നബി തിരുമേനി കാരുണ്യവാനായിരുന്നു. മരുഭൂമിയിൽ വെണ്ണീറായിക്കൊണ്ടിരുന്ന ഒരു പറ്റം ജനതയുടെ ആത്മാവിൽ വസിച്ച കാരുണ്യാത്മക തീർത്ഥമാണ് നബിവചനങ്ങൾ. ആ മുഹമ്മദ് നബിയുടെ ഈ ദിനം ഇന്നോട് നടത്തുന്ന ഘോഷയാത്ര വളരെ ഒരു വലിയ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. അതിനിടയിൽ പുഴമ്പ്രം മഹല്ല് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പറയുന്നത് കേട്ട് ഒരു പക്ഷേ വലിയ ഘോഷയാത്രയായിട്ടുണ്ട്, അതിന്റെ ചെറിയ രീതിയിലേ ഉണ്ടാവുള്ളൂ. അതിന് വ്യക്തമായൊരു കാരണമുണ്ട്. കാരണം നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനം നേരിട്ടുകൊണ്ടിരുന്ന ഒരു വൻ ദുരന്തം കഴിഞ്ഞ മാസം നമ്മുടെ നാട്ടിലുണ്ടായി. പക്ഷെ ഇതൊരു ആഘോഷമല്ല, ഇതൊരു ഘോഷയാത്രയാണ്, ഇതൊരു സന്ദേശമാണ്. ഇത് എല്ലാ വർഷവും ഈ രീതിയിൽ തന്നെ പോകണമെന്നും അത് വളരെ വലിയൊരു കാര്യമാണ് നമ്മുടെ നാട് പൊതുജനങ്ങൾക്കായി നൽകുന്നതെന്നും പറഞ്ഞുകൊണ്ട്. കൂടാതെ ശബരിമല സീസണിലെ അഖണ്ഡനാമജപയജ്ഞ സമയത്ത് ക്ഷേത്രത്തിലേക്ക് അരിയും മറ്റു സാധനങ്ങളും പുഴമ്പ്രം മഹല്ല് കമ്മിറ്റി നൽകാറുമുണ്ട്. ക്ഷേത്രത്തിൽ നടന്ന സ്വീകരണ യോഗത്തിൽ പുഴമ്പ്രം നൂറുൽ ഹുദ മദ്രസ നബിദിനാഘോഷ സംഘാടക സമിതി ചെയർമാൻ CP ബക്കർ, കൺവീനർ AV ജാഫർ, മഹല്ല് സെക്രട്ടറി CP കബീർ, സെക്രട്ടറി PT ലത്തീഫ്, മാല് ഖത്തീബ് റഫീഖ് ഫൈസി, സദർ മുഅല്ലിം റഫീഖ് ഖാലിദി, കാവിൽ കുഞ്ഞിമോൻ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് EV സുബ്രഹ്മണ്യൻ, ശിവരാമൻ എന്നിവർ സംസാരിച്ചു. എത്രമാത്രം വരെ അവർ മതവും നോക്കാതെ എത്രയെത്ര നൂറുകണക്കിന് ആളുകളെയാണ് 1-2 മണിക്കൂറുകൾക്കുള്ള സഹോദരൻ രക്ഷപ്പെടുത്തിയത്. അതൊരു കാരണം. അതേമാതിരി മറ്റൊന്ന് ഒരു ഹൈന്ദവ സഹോദരി എഴുതിയത് പിന്നീട് ചർച്ച ചെയ്യപ്പെട്ടില്ല, ഞാൻ ശരിക്കും വായിക്കുകയുണ്ടായി. പള്ളിയിൽ നിന്ന് വിളിയാളിലൂടെ വിളിച്ചു പറയുന്ന എല്ലാവരും പള്ളിയിലെ ബോർഡ് വരണേ അഭയം പ്രാപിക്കണമെന്ന് വിളിച്ചു പറയുമ്പോൾ ആ സമയത്ത് എന്റെ അടുക്കൽ നിന്നെത്തി മുസ്ലിം സഹോദരങ്ങൾ എന്റെ അടുക്കലെത്തി. എന്നിട്ട് എന്നോട് പറഞ്ഞു പള്ളിയിലേക്ക് ഞാൻ വരില്ല, കാരണം ആ പള്ളി ഉണ്ടാകുന്നതിൽ ഒരു കേസ് കൊടുത്തതിലോ അംഗമാണ്. ആ പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെടാനെടുത്തപ്പോ അതിനെതിരെ കേസ് കൊടുത്തോടാനറിഞ്ഞു. അപ്പൊ പറഞ്ഞു അതൊന്നും നോക്കണ്ടെങ്കിൽ കയറി. അങ്ങനെ ഞാൻ ആ പള്ളിയിലേക്ക് കയറി ചെന്നു. നോക്കുന്നുണ്ട് നൂറുകണക്കായ പള്ളിക്കെതിരെ കേസ് കൊടുത്ത എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മുഴുവൻ ആ പള്ളിയിൽ നിൽക്കുന്നു. അവർക്ക് മുഴുവൻ ആ പള്ളി രക്ഷയായിക്കൊണ്ടാണ്. ഗുരുസ്വാമി ചേരിയിൽ ബാബു അധ്യക്ഷത വഹിച്ചു. വിപിൻ സ്വാഗതവും ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. NCV ന്യൂസ് പൊന്നാനി. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.